ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ഭാമയോട് സംസാരിക്കുകയാണ് ചന്ദ്ര. എങ്ങനെയെങ്കിലും എനിക്ക് ശ്രുതിനെ പിരിച്ചേ പറ്റൂ. അപ്പൊ അതിന് ഏലസ് മേടിക്കാൻ വേണ്ടി ഒരു ഏലസ് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ഇവർ രണ്ട് പിരിയും അത്രേ. നമ്മുടെ സുധീനെ കൊണ്ട് ശ്രുതിനെ വേണ്ടെന്ന് വെപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഏലസ് മേടിക്കാൻ പോകണം. അപ്പൊ പോകാൻ വേണ്ടി നമ്മുടെ ഭാമേനെ വിളിക്കുകയാണ് കേട്ടോ. ഭാമയ്ക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ കൂടെ പോകാൻ വേണ്ടി ഭയങ്കര മടി. മാത്രമല്ല ശ്രുതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ശ്രുതി ഇതെല്ലാം കേട്ടിട്ട് ഇപ്പൊ തന്നെ ഞാന് ഡിവോഴ്സ് തരാടി, ഇപ്പൊ തന്നെ നിന്റെ മോന് ഞാൻ ഡിവോഴ്സ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക, പുറത്ത് ഇതെല്ലാം കേട്ടോണ്ട്. ഭാമയ്ക്കാണെങ്കിൽ എന്താ പറയാ, ചെകുത്താനും കടലിനും നടുക്കുക എന്നുള്ള രീതി. അങ്ങനെ ഭാമ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നീ ചെല്ലാന്. ഓഹോ, അങ്ങനെ ഒറ്റയ്ക്ക് പോയാലേ ശരിയാവത്തില്ല, നീയും കൂടെ വന്നേ പറ്റത്തുള്ളൂ. നീ എന്റെ കൂടെ എല്ലാത്തിനും വരുന്നതല്ലേ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, വന്നേ, ഇങ്ങോട്ട് വന്നേ, വാ നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറട്ടെ എന്നിട്ട് വരാം. ഏയ് വേണ്ട വേണ്ട, ദേ നമ്മളെ കല്യാണത്തിനല്ലല്ലോ, ഏലസ് മേടിക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്. അപ്പൊ പിന്നെ ഇതൊക്കെ മതി. അല്ല താക്കോൽ എവിടെ, വാതില് പൂട്ടണ്ടേ? അല്ല വാതില് പൂട്ടണോ? എന്തൊരു ചോദ്യ ഭാമ ഇത്, വാതില് പിന്നെ പൂട്ടണ്ടേ? അത് പിന്നെ താക്കോലാണ്ട് ഓറിന്റെ അടുത്തുണ്ട് ചന്ദ്രൻ. ഞാൻ എടുക്കാം, നീ വേഗം വാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര താക്കോലൊക്കെ എടുക്കാൻ വേണ്ടി പോവുക. ഭാമയാണെങ്കിൽ ആകെ പെട്ടൊരവസ്ഥ. ശ്രുതി അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ശ്രുതിനെ അകത്തിട്ട് പൂട്ടിയിട്ട് രണ്ടുപേരും കൂടെ വെളിയിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ വാതിൽ കിടന്ന് ലോക്കൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പൂട്ടിയിട്ടാണല്ലോ പോയേക്കുന്നത്. അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കും, ഇനിയിപ്പൊ ഞാൻ എങ്ങനെ പോകും, ഞാൻ പെട്ടുപോയല്ലോ, ഇനിയിപ്പൊ അവര് വരുന്നവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ, എന്റെ ദൈവമേ എന്തൊരു കഷ്ടം ഇത് എന്നൊക്കെ. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കും നമ്മുടെ ചന്ദ്രോദയാട്ടോ. അപ്പൊ ചന്ദ്രോദയത്ത് നമ്മുടെ രവീന്ദ്രന് ഭക്ഷണമൊക്കെ വിളമ്പി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഒന്ന് കൊടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് രേവതി. അപ്പം നമ്മുടെ വർഷയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടോ, എന്തോ മനം പുരട്ടുന്നത് പോലെ, അതായത് ഈ ഒമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ തോന്നുക. അങ്ങനെ നമ്മുടെ വർഷ ഒമിറ്റ് ചെയ്യാണ് കേട്ടോ, നേരെ പോകുന്നു വാഷ് ബേസിനിലേക്ക്, ഭയങ്കര വൊമിറ്റിങ്. ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് ഒരു സംശയം, ഇനിയിപ്പം പ്രഗ്നന്റ് ആയിരിക്കുമോ നമ്മുടെ വർഷ എന്ന്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ആണെങ്കിൽ രാത്രി പറഞ്ഞതേ ഉള്ളൂ, ഇനിയിപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുമോ എന്ന്. അതായത് ഭയങ്കര ടെൻഷൻ, നമ്മുടെ വർഷയ്ക്ക് പ്രഗ്നന്റ് ആകുന്ന ഇഷ്ടമല്ലോ, അപ്പൊ അതുകൊണ്ട് ശ്രീകാന്തിന് ടെൻഷൻ ഇരട്ടിക്കും. അപ്പൊ ഈ സമയത്ത് ചെന്നിട്ട് ഇങ്ങനെ തൂത്തു കൊടുക്കുകയാണ് ഛർദ്ദിച്ചോണ്ടിരിക്കുമ്പോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്, വർഷ എന്ത് പറ്റി, ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോ ഭക്ഷണം കാണാൻ വയറ്റി പിടിച്ചില്ല, അതുകൊണ്ടാണോ? അതിന് വയറ്റില് ഭക്ഷണം എത്തിയില്ല, അതിനു മുമ്പാണല്ലോ ഇപ്പൊ കിടന്ന് വർഷ ഛർദ്ദിക്കുന്നതെന്ന്. അങ്ങനെ ആകെപ്പാടെ എല്ലാവർക്കും വർഷയുടെ ഛർദ്ദലിനെ കുറിച്ച് പറയാനേ ഉള്ളൂ. അതിൽ ഈ സമയത്ത് രേവതി പറഞ്ഞു, അങ്ങനെ ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ശരിയല്ലോ, നീ ഇരിക്കുക, ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കുക, ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഓക്കെ ആയിക്കോളൂ, ഇരിക്കാനൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷനെ അവിടെ പിടിച്ചിരുത്തി ഭക്ഷണമൊക്കെ വീണ്ടും കൊടുക്കുകയാണ്. ഏതായാലും പറ്റണില്ല നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര ക്ഷീണം. അപ്പൊ സച്ചി ചോദിച്ചു, എന്ത് പറ്റി, എന്താ ഇത്രയ്ക്ക് ക്ഷീണം? അത് പിന്നെ ഫുഡ് പോയിസൺ ആണെന്നാ തോന്നുന്നത്, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ ഒക്കെ ഇങ്ങനെ വൊമിറ്റ് ചെയ്തോണ്ടിരിക്കുക, എന്തോ വല്ലാത്തൊരവസ്ഥ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത്, അയ്യേ ഫുഡ് പോയിസൺ ആയിരുന്നോ എന്നുള്ള രീതിയിൽ, കാരണം ശ്രീകാന്തിന് ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ട്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഇന്നലെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചതല്ലേ, ഫുഡ് പോയിസൺ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നം വരണമല്ലോ. അപ്പൊ വർഷ പറഞ്ഞു, ഇന്നലെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു, അപ്പൊ അതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആ ശരിയാ, അതെ ഒരു കാര്യം ചെയ്യാം ശ്രീകാന്ത്, നീ ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞപ്പോ വർഷ പറഞ്ഞു, വേണ്ട ഹോസ്പിറ്റലൊന്നും പോകണ്ട. അയ്യോ 2-3 പ്രാവശ്യം ഛർദ്ദിച്ചില്ലേ, അതുകൊണ്ട് ശരിയാവത്തില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഈ സമയത്ത് ശ്രീകാന്ത് നമ്മുടെ വർഷനെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ രേവതി വർഷം അങ്ങ് പോയപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, ഇനിയിപ്പോ വർഷ മനസ്സിലായി ദേ അവര് പുതിയ പിള്ളേരല്ലേ, അതിന് ഇനിയും സമയം എടുക്കും, അതെപ്പോ വേണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നതെന്ന് രവീന്ദ്രനും പറഞ്ഞു കേട്ടോ. അപ്പൊ രേവതിക്ക് ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, ആ വീട്ടിലൊരു കുഞ്ഞിക്കാല് വരണമെന്ന്. ഏതായാലും ഈ സമയത്തെ കാണിക്കുന്നത് നമ്മുടെ ഭാമയുടെ വീട്ടില് പൂട്ടിയിട്ടേക്കുവാണല്ലോ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പെടാപ്പാടുപെടുകയാണ്. ശ്രുതിക്കാണെങ്കിൽ പോകുകയും വേണം, ഇനിയിപ്പം ആ ജോത്സ്യന്റെയോ പോറ്റിയുടെയോ ഒക്കെ എടുത്ത് പോയിട്ടല്ലേ നമ്മുടെ മാമയും ചന്ദ്രയും വരത്തുള്ളൂ. അപ്പൊ എങ്ങനെ പുറത്തിറങ്ങും, അതിനെന്താ ഒരു വഴി, ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പ്ലാനുകൾ ഇങ്ങനെ ആലോചിക്കുക. പിന്നെ പ്ലാന് കിട്ടൂല എളുപ്പത്തിൽ നമ്മുടെ ശ്രുതിക്ക്. അപ്പോഴത്തേക്കും ശ്രുതി, ശരിയാണല്ലോ, പുറകുവശത്തെ വാതിൽ തുറക്കാൻ പറ്റുമായിരിക്കും അകത്തുനിന്ന്, ഒന്ന് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ പുറകുവശത്തെ വാതിൽ തുറക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ നിന്ന് പുറകുവശത്തെ വാതിൽ പൂട്ടിയിട്ടേക്കോ, തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ പുള്ളിക്കാരിയുടെ പ്ലാൻ ചീറ്റിപ്പോയി. ഇതും പൂട്ടിയിട്ടേക്കുവാണല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും, മാറ്റി എപ്പോഴാ ഇനി വരിക, അയ്യോ ഒരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ, എന്താ ഒരു വഴി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുക.
അങ്ങനെ പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും ഭാമയും കൂടെ നേരെ പോകുന്നത് ഏലസ് ജപിച്ചുകൊണ്ട് വരാനാ. അങ്ങനെ നമ്മുടെ ഭാമ മനസ്സിൽ വിചാരിക്കുക, ചന്ദ്ര പറഞ്ഞതൊക്കെ കേട്ട് കാണുമോ? ശ്രുതിമോള്, ശ്രുതിമോൾക്ക് ഭയം കാണുമായിരിക്കും. ശ്രുതി ഇനിയിപ്പം ഉപേക്ഷിക്കുവോ? എനിക്കോ ഒന്നും പറ്റണില്ലല്ലോ, ഇത് എന്താ ഇത്? ഇനിയിപ്പൊ ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും അയ്യോ അവൾ ഇതെല്ലാം ഓർത്തിട്ട് കെട്ടിത്തൂങ്ങി ചാവും, അവളുടെ ചാവുമായിരിക്കുമോ ഞാൻ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കും, നീ എന്താ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എന്താ പറ്റിയത്? നിനക്ക് എന്താ ഒരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ? ഏയ്, എനിക്കൊരു ടെൻഷനും ഇല്ല. നിനക്ക് തോന്നുന്നതാ. ഓ, ഇത് തോന്നുന്നൊന്നുമല്ല, എന്തോ ടെൻഷൻ നിനക്കുണ്ട്. ഇല്ല ചന്ദ്ര, എനിക്ക് ടെൻഷനൊന്നുമില്ല എന്ന് ഭാമ പറയുന്നുണ്ട്. പക്ഷെ ഭാമയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ശ്രുതി വല്ല കടുങ്കൈ ചെയ്താൽ തീർന്നില്ല. അതുപോലെയുള്ള ഐറ്റം അല്ലേ കേട്ടിരിക്കുന്നത് നമ്മുടെ ഭാമയുടെ കയ്യിൽ നിന്ന്, ഭാമയുടെ അല്ല ചന്ദ്രയുടെ കയ്യിൽ നിന്ന്. ഏതായാലും ഈ സമയത്ത് ചന്ദ്ര ഏതായാലും നമ്മുടെ ജോത്സ്യന്റെ അടുത്തേക്ക് ചെന്ന് കേട്ടോ. അങ്ങനെ ഭാമ പറഞ്ഞു, അത് പിന്നെ നീ ചെന്ന് സ്വാമീനെ കണ്ടപ്പോരെ, ഞാൻ വരണല്ലോ, ഞാൻ ഈ ഓട്ടോയിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാ. അതെന്ത് പറ്റി? നിനക്ക് ടോയ്ലറ്റിൽ പോണോ? അത് പിന്നെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ പോകാം. എനിക്ക് ടോയ്ലറ്റിലൊന്നും പോകണ്ട, 2 ഗസ്റ്റ് വരാന്ന് പറഞ്ഞു, അതാ എനിക്ക് പോയേ പറ്റത്തുള്ളൂ. അവര് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ? ഇത് നേരത്തെ നീ പറയണ്ടായിരുന്നോ? ഏതായാലും വന്നതല്ലേ, സ്വാമിയെ കണ്ട് തിരിച്ചു പോയാൽ മതി, ഇവിടെ വരെ വന്നിട്ട് വെറുതെ പോകേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ നിങ്ങൾ പോക്കോന്ന് പറഞ്ഞു ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ, ചന്ദ്ര വേണോ? ചന്ദ്ര ഞാൻ വരണോ? പിന്നെ വരണം വരണം, വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നേരെ ജോത്സ്യന്റെ അടുത്തേക്ക് പോവാണ്. ആ ഒരു ഏലസ് കെട്ടി ഇനിയിപ്പൊ സുധിയുടെ മേത്ത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പൊ രണ്ടുപേരും ഒന്നിച്ചു പോയാലോ, വെപ്രാളോ പരവേശവും കാരണം നേരെ ചെന്ന് കേറി അങ്ങനെ എന്തോ കബഡിയൊക്കെ നിർത്തി വെച്ച് ജോത്സ്യൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. എന്റെ മോനെ ഞാൻ പൊന്നു പോലെയാ വളർത്തിയത്, അവന് ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, വലിയ വീട്ടില് കോടീശ്വരിയായ പെണ്ണിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണമായിരുന്നു സ്വാമിജി എന്റെ ആഗ്രഹം. എന്നിട്ട് അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചു. പക്ഷെ പിന്നീട് ആ സ്വാമി മനസ്സിലായത് അവള് പണക്കാരിയല്ല, ഒരു ദരിദ്രവാസി, വെറും ദരിദ്രവാസിയാണെന്ന്. എനിക്ക് സഹിക്കുന്നില്ല. ആ പെണ്ണ് ഞങ്ങളെ ചതിച്ചു സ്വാമി, ഞങ്ങളെ ചതിച്ചു. എന്റെ മോന്റെ ജീവിതം പോയി സ്വാമി, എന്റെ മോന്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്. അപ്പൊ സ്വാമി ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് അത് പറ. ഏ അത് പിന്നെ ആ പെണ്ണിനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി, എങ്കിലും അവളെ ഇപ്പൊ എന്റെ മോന്റെ പുറകെ നടക്കുന്നത്. അവനും അവളും ഒന്നിക്കാൻ പാടില്ല ഒരിക്കലും, അവരൊന്നിച്ച് കഴിയണ്ട. അതെ, രണ്ടിനെയും രണ്ടാക്കണം, പിരിക്കണം. അതിന് അതിനെന്തെങ്കിലും ഒരു പോംവഴി. ഒരമ്മ വന്ന് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊന്നും വിചാരിക്കല്ലേ. അയ്യോ, ഇത് ഇവിടുത്തെ പുതിയ കാര്യമല്ല. എത്ര അമ്മമാര് വന്ന് മകനെ അവന്റെ ഭാര്യനെ പിരിക്കണം എന്ന് പറയും, ഭാര്യമാര് വന്ന് ഭർത്താവിനെയും അവന്റെ അമ്മയെയും പിരിക്കാൻ പറയും. ഇതുപോലെ എന്തൊക്കെ നടക്കുന്നു. ഓ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും വല്ല അതിശയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ സ്വാമി എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ എന്റെ മോനെ മയക്കെടുത്ത് അവള് കൊണ്ടുപോകും എന്റെ വീട്ടിൽ നിന്ന്. എന്റെ മോനെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യ, അവര് രണ്ടുപേരും ഒന്ന് പിരിച്ച് താ സ്വാമി. നോക്കാം, ഞാന് നോക്കട്ടെ, എന്റെ കയ്യില് എന്തെങ്കിലുമൊക്കെ പോകാൻ വഴി കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചരടോ എന്തോ ഏലസോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ച് എന്തൊക്കെയോ കാണിച്ചിട്ട് ഈ പുള്ളിക്കാരൻ ആ ഏലസ് ഏലസ് എന്തോ ഒരു രക്ഷയാന്ന് തോന്നുന്നു, എന്തോ ഒരു സാധനം നമ്മുടെ ചന്ദ്രയുടെ നേരെ വെച്ച് ഇങ്ങനെ നീട്ടുകയാണ്. എന്നിട്ട് ആ ജോത്സ്യം പറഞ്ഞു, ജോത്സ്യനും സ്വാമിജി എന്നൊക്കെ നമുക്ക് പറയാലോ അല്ലെ, കുഴപ്പമില്ലല്ലോ അല്ലേ. ഞാൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങനെ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ സ്വാമിജി അത് കൊടുത്തിട്ട് ഈ ഏലസ് അവന്റെ കൈമുട്ടിന് മുകളിൽ വസ്ത്രം ധരിച്ചാൽ മറ്റാരും കാണാത്ത സ്ഥലത്ത്, അതായത് ഇവിടെ മസിലിന്റെ ഇവിടെയില്ലേ, ഇവിടെ കെട്ടിക്കൊടുക്കണം. ആ നിമിഷം മുതല് അവള് അവന്റെ ഭാര്യനെ വെറുക്കാൻ തുടങ്ങും. പിന്നെ അടുപ്പിക്കത്ത് പോലും ഇല്ല, പെട്ടെന്ന് തന്നെ രണ്ടുപേരും വേർപിരിഞ്ഞു വരും. അതുപോലെ പ്രശ്നം ഉണ്ടാകും. അല്ല, ഇത് കെട്ടിയത് കൊണ്ട് വേറെ മോശം കാര്യങ്ങളൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? നിങ്ങൾ ഈ ചെയ്യുന്നതിലും വേറെ എന്ത് മോശമാ ഉള്ളത്? ഇതിനേക്കാൾ കൂടുതൽ എന്ത് മോശം നടക്കാനാണ്? ചന്ദ്ര അങ്ങോട്ട് അയ്യടാന്നായി പോയി. എങ്കിലും കുഴപ്പമില്ല സ്വാമിജി, വളരെ നന്ദി കേട്ടോ. ഓ, നന്ദി മാത്രം പോരല്ലോ. അയ്യോ, അത് ഞാൻ മറന്നു. നിങ്ങൾ മറന്നാലും ഞാൻ മറക്കില്ല. അപ്പൊ ഒരു 500ന്റെ നോട്ട് എടുത്ത് നേരെ വെച്ച് കൊടുത്തു കേട്ടോ സ്വാമിജിക്ക്. സ്വാമിജിക്ക് ഒരു ചരട് അങ്ങോട്ട് എന്തോ കാണിച്ച് കൈയും കൊണ്ടൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 500 രൂപ സ്വാമിജിക്ക് കിട്ടി. ഏതായാലും ഇതുപോലെ ഉള്ളവരുണ്ടെങ്കിൽ ഇഷ്ടം പോലെ രൂപകൾ കിട്ടിക്കോളൂ കേട്ടോ സ്വാമിജിക്ക്. ഈ സമയത്ത് സ്വാമിജി ഭാമേനെ നോക്കിയപ്പോഴത്തേക്കും ഭാമ ഭയങ്കര ടെൻഷനായിട്ടിരിക്കല്ലേ. സ്വാമിജി ചോദിച്ചു, അല്ല തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ടെൻഷൻ മാറാനുള്ള ഒരു ഏലസ് വേണേ ഞാൻ അങ്ങോട്ട് ജപിച്ച് പൂജിച്ച് തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ആവശ്യം വരും സ്വാമി, പക്ഷെ ഇപ്പൊ എനിക്ക് വേണ്ട, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് സ്വാമിജി അവിടെ നിന്ന് അവരെ പറഞ്ഞു വിടുകയാണ്. ഏതായാലും നമ്മുടെ ശ്രുതിനെയും പിരിച്ചേ പറ്റൂ, പിരിക്കുമെന്ന ആ ഒരു
ഉറച്ച തീരുമാനത്തോടു കൂടി നേരെ ഈ ചരടൊക്കെ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പിന്നെ പോകുവാണ് നമ്മുടെ ചന്ദ്രഭാമയും കൂടെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്രഭാമയോട് പറഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഒന്നുകൂടി വരേണ്ടി വരുന്നു. അപ്പോഴത്തേക്കും ഭാമ ചോദിച്ചു അതെന്തിനാന്ന്. അപ്പൊ അതെ, വേറെ ഒന്നിനുമല്ല, നമുക്ക് ഇനി സച്ചിനെ രേവതിനെ പിരിക്കാനുള്ള ഏലസ് കൂടി മേടിക്കണം. ആ, അവരെ രണ്ടുപേരെയും കൂടി ഒന്ന് പിരിക്കണം, എന്നിട്ട് എനിക്കൊന്ന് വിലസണം. അവര് രണ്ടുപേരും ഒന്നിച്ചു പോകുന്നത് ശരിയല്ലെന്ന്, എനിക്കത് ഇഷ്ടമല്ല. രണ്ട് വഴിക്കാകണം. അപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു ചന്ദ്രൻ, നമ്മൾ വന്ന ഓട്ടോ വിടണ്ടായിരുന്നു, എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം, നീ ഒരു ഓട്ടോ ബുക്ക് ചെയ്തതാ. അതിനാണോ? അതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ വിളിക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ഓട്ടോക്കാരനെ. ഈ സമയത്ത് ഭാമ അവിടെ നിന്ന് വേർത്തിട്ട് നേരെ ശ്രുതിനെ എന്നാ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് നേരെ ശ്രുതിനെ വിളിക്കാണ് കേട്ടോ. ശ്രുതിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ. വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. നമ്മുടെ ശ്രുതിയുടെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫാ. ഇനിയിപ്പോ അവള് പോയി കാണുമോ അതോ അവൾ അവിടെ കാണുമോ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ വല്ലാത്ത ടെൻഷനിൽ നമ്മുടെ ഭാമ നിൽക്കുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും അതുപോലെ ശ്രീകാന്തിനെയാണ്. അങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വർഷ. ഈ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഇല്ലില്ല, ഇത് ഫുഡ് പോയിസൺ തന്നെ, അതിനുശേഷം ഒമിറ്റ് ചെയ്തില്ലല്ലോ. ഡോക്ടർക്ക് അതിനുള്ള മെഡിസിൻ എഴുതി തന്നാ പോലെ. ഈ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും അതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ വെറുതെ നമ്മുടെ സമയം കളയാൻ വേണ്ടി? ഇതെന്തുവാ ഇതെനിക്ക് കലി വരിക. ഒരു പേഷ്യന്റിനെ കിട്ടിയാലും മാക്സിമം ഇവർ ഊറ്റിയിട്ടേ വരത്തുള്ളൂ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വരാൻ മടിക്കുന്നത്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അതിന് നമുക്ക് പരിചയമുള്ള ഡോക്ടറല്ലേ, കാശിന് വേണ്ടിയൊന്നും ആയിരിക്കത്തില്ല. ഇത്ര സമയമായത് ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു നേഴ്സ് വന്ന് ചോദിച്ചു അല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? നിങ്ങളുടെ റിസൾട്ട് ഇപ്പൊ തന്നെ ഇവിടെ റെഡിയാകുന്നാ പറഞ്ഞത്. ഏതായാലും ഒരാളകത്ത് കയറിയാൽ മതി, ഒത്തിരി പേര് കയറണ്ട. ഇപ്പൊ ഞാൻ റിസൾട്ടും ഇതൊക്കെ ആയിട്ട് വരാം, അത് കഴിഞ്ഞ് അകത്ത് കയറിയാൽ മതി നിങ്ങളെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ അവിടെ നിർത്തിയിട്ട് നമ്മുടെ വർഷേനെയും കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് കയറി. അങ്ങനെ ഡോക്ടർ വർഷ കാണാനായിട്ട് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു വർഷ ഇരിക്കുകയെന്ന് പറഞ്ഞു. ഏതായാലും അവിടെ നിന്ന് നമ്മുടെ വർഷ കേൾക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഏറ്റവും കിട്ടാവുന്ന വലിയൊരു ഭാഗ്യം. അതാണ് നമ്മുടെ വർഷയ്ക്ക് കിട്ടാൻ പോകുന്നത്. വർഷ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന്. ഇത് കേട്ടത് നമ്മുടെ വർഷയ്ക്കോ പറയാനുണ്ടോ? വർഷയ്ക്ക് അമ്മയാവുന്ന ഇഷ്ടമല്ലല്ലോ. അത് ഇപ്പോഴേ വർഷയ്ക്ക് അമ്മയാകാൻ ഒരു താല്പര്യമില്ല. അവര് വെൽ പ്ലാൻ തന്നെ ആയിരുന്നു, വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. ഈ സമയത്താണ് ഡോക്ടർ ശ്രീകാന്തിനെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കുന്നു പറയുമ്പോൾ വേണ്ട ഞാൻ പറഞ്ഞോളാം ശ്രീകാന്തിനോട്, ദയവ് ചെയ്ത് ഡോക്ടർ പറയണ്ട, ഞാൻ പറഞ്ഞോളാം, എനിക്ക് എന്റെ ഭർത്താവിനോട് പറയണം. അതെന്റെ ഭർത്താവ് ഞാൻ പറയുന്നത് എന്റെ വായിന്ന് വീഴുന്നത് എന്റെ ഭർത്താവിന്റെ ചെവി കൊണ്ട് കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ഡോക്ടർ ഓർത്തു വന്നാൽ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ഈ സന്തോഷ വാർത്ത പറഞ്ഞോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡോക്ടറിനെ പറ്റിച്ചിട്ട് വർഷ വെളിയിലേക്ക് ഇറങ്ങും. ആകെപ്പാടി വർഷയ്ക്ക് പേടി. വർഷ അങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്തിന് എന്തൊരു ഫോൺ വന്നായിരുന്നു. ശ്രീകാന്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷയ്ക്ക് മുഴുവൻ ഉണ്ടല്ലോ ഈ ഡബിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രസവത്തിന്റെ ആ സംഭവം ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇപ്പൊ തന്നെ ആ വേദന ഒന്നും സഹിക്കാൻ പറ്റത്തില്ലല്ലോ, അതൊക്കെ സഹിക്കണമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ്. അപ്പം വർഷയുടെ മനസ്സിൽ അത് തന്നെയാണ് ഓടുന്നത്. അപ്പം വർഷ പെട്ടെന്ന് പ്രസവ വേദനയുടെ കാര്യം ഓർത്തപ്പോഴത്തേക്കും അവിടെ അയ്യോ എന്ന് പറഞ്ഞു വെച്ചപ്പോഴത്തേക്ക് ശ്രീകാന്ത് എന്താ പറ്റിയത്, എന്താ നിനക്ക് പറ്റിയത്? അല്ല ഈ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? അത് ഫുഡ് പോയിസൺ തന്നെയാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് മെഡിസിൻ വായിക്കാൻ വേണ്ടി പോകാം. ഈ മെഡിസിൻ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ മെഡിസിൻ എഴുതാത്തത്? ഇനി മെഡിസിൻ വേണ്ട, വൊമിറ്റ് ചെയ്താൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ 2 ഗുളിക തന്നു. അപ്പൊ നിനക്കൊരു കുഴപ്പമില്ലല്ലേ? എന്നാ പിന്നെ നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോവുകയാണ് കേട്ടോ. നമ്മുടെ വർഷയ്ക്ക് ഇത് പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും അപ്പാ എന്ന് പറഞ്ഞുള്ള രീതി നടക്കാണ്. ഇതേ സമയം പിന്നെ കാണിക്കും നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും കുറച്ച് റൊമാൻസ് ആണ് കേട്ടോ. നമ്മുടെ രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറകെ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ഇത് എന്തുവാ, ഇത് നിങ്ങളുടെ ഒരു ശീലമായിരിക്കാണ് കേട്ടോ, പരിസരം നോക്കത്തില്ല, ഇതൊരു വീടല്ലേ, കൂട്ടുകുടുംബം അല്ലേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാട്ടോ, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി സച്ചിയുടെ പുറകെ കിടന്ന് ഓടുകയാണ്. സച്ചിയാണെങ്കിൽ അയ്യോ അച്ഛാ എന്നെ കൊല്ലുന്നേ, ഇവളെന്നെ ഓടിക്കുന്നേ, ഇവളെന്നെ അടിക്കുന്നേ, ഇവളെന്നെ പിച്ചുന്നേ മാന്തുന്നേ ഇടിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര കയറി വന്നു. ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇതെന്താ പാർക്കോ ഇവിടെ കിടന്ന് കളിക്കാനായിട്ട്? പാർക്ക അതെ ഞങ്ങൾ ഊഞ്ഞാലാടാൻ പോവാ. രേവതി ബാ നമുക്ക് ഊഞ്ഞാലാടാന്ന് പറഞ്ഞപ്പോ നാണമില്ലല്ലോ നിങ്ങൾക്ക്, ചെറിയ പിള്ളേരാണെന്ന വിചാരം, നിനക്ക് അടുക്കള ജോലിയൊന്നും ഇല്ലേ രേവതി എന്ന് ചോദിച്ചപ്പോ ഇല്ലമ്മേ. അല്ല നിങ്ങളുടെ തന്ത എന്തിയെ കാണുന്നില്ലല്ലോ, ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലോ. അത് പിന്നെ അച്ഛൻ അശോകനങ്കലിന്റെ വീട്ടിൽ പോയിരിക്കുക. അല്ല സുധി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നോ എന്ന് ചന്ദ്ര ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞില്ല അദ്ദേഹം വന്നിട്ടില്ല.
ഓ, വെറുതെ അല്ല കാർ എടുക്കാതെ ഒരുത്തൻ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? ഏയ്, നാണോ? നാണം മാത്രമല്ല മാനോ ഇല്ല. ഉളുപ്പില്ല, രണ്ടും കണക്കാ. കണക്കല്ല കണക്കല്ല, ഹിസ്റ്ററി ഹിസ്റ്ററി. വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു ബയോളജി ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്കൂടെ നമ്മുടെ രേവതിയുടെ പുറകെ സച്ചി വീണ്ടും മണത്ത് മണത്ത് പോവാ. അപ്പൊ ചന്ദ്ര, ഇതുപോലൊരു പെൺകോന്തൻ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. രണ്ടിന്റെ സന്തോഷം കണ്ടില്ലേ? ജീവിതം ആഘോഷിച്ചോണ്ടിരിക്കുക. രണ്ടിന് രണ്ട് വഴിക്കാക്കിയേ പറ്റൂ. ഒരേലസ് നിനക്ക് ഞാൻ കെട്ടിത്തരുന്നുണ്ടടാ. അന്ന് നീ അവളെ വെറുക്കാൻ തുടങ്ങൂടാ. നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകൂടാ. നിന്നെ കാണിച്ചു തരാടാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര, ഇതുപോലൊരു കുശിപ്പിത്തള്ള ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. മക്കള് സന്തോഷിച്ച് ജീവിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത തള്ളമാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും ഈ സമയത്ത് നേരെ ചന്ദ്ര പൂജാമുറി ചെന്നിട്ട് ആ ഏലസ് ആ പൂജാമുറി വെക്കുക. സ്തുതി വന്നിട്ട് വേണമല്ലോ കെട്ടാനായിട്ട്. ഏതായാലും ഇതിന് ശേഷം നമ്മുടെ രേവതി ടേബിളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത്, ഏടത്തി ഇവിടെ നിൽക്കുകയായിരുന്നോ? അതെ, ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. അല്ല, ഫുഡ് പോയിസൺ തന്നെയാണോ മക്കളെ? അതെ അതെ, ഫുഡ് പോയിസൺ തന്നെയാന്നാ പറഞ്ഞത്. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നും ഇല്ലെന്ന്, ഒരു പ്രശ്നമില്ല. അപ്പൊ വർഷയ്ക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. വർഷം മാറി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് രേവതി, വർഷേ ഇതെന്താ വർഷേ, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ മുഖത്താകെ ഒരു മ്ലാനത, ഒരു വിഷമം, എന്തോ ഉണ്ടല്ലോ, എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ഏയ്, ടെൻഷനോ? ഒന്നുമില്ല, അത് വെറുതെ ചേച്ചിക്ക് തോന്നുന്നതാ. എനിക്ക് തോന്നുന്നതോ? അതേന്നേ, അത് വെറുതെ ചേച്ചിക്ക് തോന്നുന്നതാ. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ടെൻഷൻ ഇല്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ റൂമിൽ പോവുക എന്ന് പറയുകൊണ്ട് നേരെ രേവതിക്ക് മുഖം കൊടുക്കാതെ റൂമിൽ പോയപ്പോഴത്തേക്ക് നമ്മൾ ശ്രീകാന്തിനോട് രേവതി ചോദിച്ചു, ഇത് എന്ത് പറ്റി അവക്ക്? അവൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇവിടുന്ന് പോകുമ്പോൾ, എന്താ പറ്റിയത്? എനിക്കറിയില്ല എഴത്തി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ അവൾ ഇങ്ങനെയാ, വല്ലാതെ ഒരു മൂടിയായിട്ട് നടക്കുക. ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു തന്നെ. സാധാരണ ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ പേഷ്യന്റിന്റെ എല്ലാ വിഷമം മാറും, സന്തോഷമാവുമല്ലേ? ഇതിപ്പം വേറെ എന്തുവാ? അല്ല, അതിനിടയിൽ ചിലപ്പോൾ സ്റ്റുഡിയോന്ന് വല്ലതും വിളിച്ചു കാണും. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അവളെ സ്റ്റുഡിയോന്നൊന്നും വിളിച്ചിട്ടില്ല ഇടത്തി. അവൾക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഒക്കെ പറ്റിയിട്ടുണ്ട്. ഏതായാലും അത് നീ വീട്, അത് ശരിയായിക്കോളും. അല്ല, നിനക്ക് വിശക്കണില്ലേ? വന്ന് എന്തേലും കഴിക്കാൻ നോക്ക്. വേണമെങ്കിൽ അവളെയും കൂടെ വിളിച്ചോ. അതിന് എനിക്കിപ്പോ ഒന്നും വേണ്ട ഇടത്തി. എനിക്ക് നേരെ റെസ്റ്റോറന്റ് വരെ ഒന്ന് പോകണം. അവിടെ നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തും അകത്തേക്ക് കയറി പോവാണ്ടോ. അപ്പൊ ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പറ്റി വർഷയ്ക്ക് ഇത് എന്ന് വല്ലാത്തൊരു സംശയം നമ്മുടെ രേവതിക്ക് കേട്ടോ. രേവതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സീന് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാൻ. ടാറ്റ, ബൈ ബൈ. ലൈക്ക് ആൻഡ് ഹൈപ്പ് മറക്കരുത്.